Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളർ സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3ൽ വരുന്ന ടോപ്പിക്കാണ് ഇൻട്രപ്റ്റ്സ് ഇൻ 8086 മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇന്ന് നമുക്ക് നോക്കേണ്ടത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്, അതുപോലെ ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ്. ഓക്കെ, ഈ ഒരു ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സിൽ വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമിന് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ടാവുന്നത്? അതായത് മെയിൻ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സിൽ വരുന്നത്. നോർമൽ ഇൻട്രപ്റ്റ്സ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ നോർമൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടാണ് ഇൻട്രപ്റ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നോർമൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന അൺപ്ലാൻഡ് ഇൻട്രപ്റ്റ്സിനെയാണ് എന്ന് പറയുന്നത് ഈ ഒരു എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നോക്കേണ്ടത് നോർമൽ ഇൻട്രപ്റ്റ്സ് ആണ്, അതായത് ഇൻട്രപ്റ്റ്സ് കോസ്ഡ് ബൈ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, some instructions are inserted at the desired position into the program to create interrupts. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, these interrupt instructions can be used to test the working of various interrupt handlers. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് അതിൽ വരുന്നതാണ് INT, interrupt instructions with type number, അതായത് INTN അങ്ങനെയാണ് വരുന്നത്. So it is a 2-byte instruction. First byte provide the opcode and second byte provide the interrupt type number. Okay, there are 256 interrupt type under this group. Okay, ഇനി എങ്ങനെയാണ് ഈ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നടക്കുന്നത് അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇറ്റ്സ് എക്സിക്യൂഷൻ ഇൻക്ലൂഡ് ദി ഫോളോയിങ് സ്റ്റെപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ് പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ അതിലെന്തായിരുന്നു ഫസ്റ്റത്തെ സെയിം തന്നെയാണ്, ഫ്ലാഗ് രജിസ്റ്റർ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം അല്ലേ? അതായത് ഒരു പ്രോസസർ എന്ത് ചെയ്യാണ്, ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിന്റെ ഇടയിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് വന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോസസർ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ സ്റ്റാക്കിലോട്ട് സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, അതായത് CS വാല്യൂ അതുപോലെ തന്നെ IP വാല്യൂ ഇതൊക്കെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു CS വാല്യൂ IP വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും റിട്ടേൺ അഡ്രസ് ആണ്. ഓക്കെ, then IP is loaded from the content of the word location type number into 4. അതായത് ഏതാണ് ആ ഒരു ഇന്ററപ്റ്റ് ടൈപ്പ് നമ്പർ വരുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ INT അല്ലെ, INT എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ആ N ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, 256 ഇന്ററപ്റ്റ് ടൈപ്സ് ഉണ്ട്, അപ്പൊ അതിൽ ഏത് ടൈപ്പും ആയിരിക്കാം, into 4. ഇനി CS is loaded from the contents of the next word locations. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇന്ററപ്റ്റ് ഫ്ലാഗ് അതുപോലെ തന്നെ ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറയുന്നത് 0 ആയിട്ട് റീസെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ സെയിം സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സിന്റെ കേസിൽ അല്ലെ? സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് അതുപോലെ തന്നെ അതിലെ ഇന്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സിന്റെ കേസ്, മാസ്കബിളും നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്സിന്റെ കേസ് ഞാൻ ഇനി പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. നമുക്കിനി നോക്കേണ്ടത് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സിന്റെ കേസാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സിലെ ഓപ്പറൻഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇന്ററപ്റ്റ് ടൈപ്പ് ആണ് അല്ലെ? ദി ഇന്ററപ്റ്റ് ടൈപ്പ് ഈസ് ദി ഓപ്പറൻഡ്. ഒരു സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പ്രോസസറിലെ ഇൻഫോർമേഷൻ എല്ലാം തന്നെ സ്റ്റാക്കിലോട്ട് സേവ് ചെയ്ത് വെക്കണം. സേവ് പ്രോസസർ ഇൻഫോർമേഷൻ ഓൺ സ്റ്റാക്ക്. അതിൽ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താ, അതായത് ഫ്ലാഗ് രജിസ്റ്റർ കണ്ടന്റ് അതുപോലെ തന്നെ റിട്ടേൺ അഡ്രസ്സിന്റെ CS വാല്യൂ IP വാല്യൂ ഇതെല്ലാം സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കണം. ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ററപ്റ്റ് ഫ്ലാഗ് എപ്പോഴും സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, IF എപ്പോഴും 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോ ഫർദർ മാസ്കബിൾ ഇന്ററപ്റ്റ്സ് അലോ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ ഒരു ഇന്ററപ്റ്റ് ഫ്ലാഗ് അതുപോലെ തന്നെ ട്രാപ്പ് ഫ്ലാഗ് എല്ലാം 0 ആയി റീസെറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ ഒരു ഇന്ററപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യണം. അത് ചെയ്യുന്നത് ആരാണ്, ഇന്ററപ്റ്റ് ഹാൻഡ്ലർ ആണ്, അതായത് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അല്ലെ. ഫെച്ച് ദി അഡ്രസ് ഓഫ് ദി ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. ഒരു ഇന്ററപ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക, ഇന്ററപ്റ്റ് വെക്റ്റർ ടേബിളിലാണ് ഓരോ ഇന്ററപ്റ്റ് ടൈപ്സിന്റെ ലൊക്കേഷൻ ഉണ്ടാവുന്നത് അല്ലെ. ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടിലോട്ട് ലോഡ് ചെയ്യും, അതിനുശേഷം
ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യും അല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് എവിടെ വെച്ചിട്ടാണ് ആ ഒരു ഇൻട്രപ്റ്റ്സ് ഉണ്ടായിട്ടുള്ളത് അല്ലേ, അവിടുന്ന് വീണ്ടും പ്രോസസ്സർ ആ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു CS അതുപോലെ തന്നെ IP വാല്യൂ ഫ്രം ഇൻട്രപ്റ്റ് വെക്ടർ ടേബിൾ അറ്റ് അഡ്രസ് 4 ഇൻറ്റു ഇൻട്രപ്റ്റ് ടൈപ്പ്, ഏത് ടൈപ്പ് ആണോ അത് ഇൻറ്റു 4, അങ്ങനെയാണ് ആ ഒരു CS വാല്യൂ IP വാല്യൂ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ സ്റ്റെപ്പിൽ കണ്ടല്ലോ. ഓക്കെ, അതിനുശേഷം പിന്നെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂഷൻ. ഈ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂഷൻ ആ ഒരു ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയുള്ള സ്റ്റെപ്സ് നമ്മൾ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ് നമ്മളെ പ്രീവിയസ് വീഡിയോ എന്ന് പറയുന്നത്, ആ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, then the starting address for type 0 interrupt is 000000H. അതുപോലെ ടൈപ്പ് 1 ഇൻട്രപ്റ്റ്സിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്, ടൈപ്പ് 2ന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 256 ഇൻട്രപ്റ്റ് ടൈപ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ ഈ ഒരു INT-യിൽ തന്നെ. അപ്പോൾ അതിൽ ഫസ്റ്റ് 5 പോയിന്റേഴ്സിനെയാണ് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. ഓക്കെ, ഈ ഒരു ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സിന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതാണ് നോക്കേണ്ടത്. അപ്പോൾ ടൈപ്പ് 0 എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രപ്റ്റ് റെപ്രസെന്റ് ഡിവിഷൻ ബൈ 0 സിറ്റുവേഷൻ. ടൈപ്പ് 1 ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് റെപ്രസെന്റ് സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഡ്യൂറിങ് ദി ഡിബഗിങ് ഓഫ് എ പ്രോഗ്രാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അതാണ് കേട്ടോ നോക്കാൻ പോകുന്ന ഓരോ ഇൻട്രപ്റ്റ്സിന്റെയും. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് റെപ്രസെന്റ് നോൺ മാസ്കബിൾ NMI ഇൻട്രപ്റ്റ്. ടൈപ്പ് 3 ഇൻട്രപ്റ്റ് റെപ്രസെന്റ് ബ്രേക്ക് പോയിന്റ് ഇൻട്രപ്റ്റ്. ടൈപ്പ് 4 ഇൻട്രപ്റ്റ് റെപ്രസെന്റ് ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു 5 ഇൻട്രപ്റ്റ്സ് വരുന്നത്, ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 0 to 4ന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി ടൈപ്പ് 5 to 31 എന്ന് പറയുന്നത് അഡ്വാൻസ് മൈക്രോ പ്രോസസേഴ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇൻട്രപ്റ്റ്സ് ഫ്രം 32 to type 255 are available for hardware and software interrupts. രണ്ടിലും വരുന്ന, അതായത് ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും വരുന്ന ഇൻട്രപ്റ്റ്സ് ആണ് ടൈപ്പ് 32 to type 255. ഓക്കെ, ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ടൈപ്പ് 0 ഡിവൈഡ് ബൈ 0 ഇൻട്രപ്റ്റ് ആണ്. when the quotient from either a DIV എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ ഇൻസ്ട്രക്ഷൻ is too large to fit in the result register. അങ്ങനെയാണെങ്കിൽ 8086 interrupt types എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ടൈപ്പ് 0 ഇൻട്രപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് 1 സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റെപ്പ് മോഡിൽ സിസ്റ്റം എന്ത് ചെയ്യും? ഒരു ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് വെയിറ്റ് ചെയ്യും. വെയിറ്റ് ഫോർ ഫർദർ ഡയറക്ഷൻ ഫ്രം യൂസർ. യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് രജിസ്റ്റേഴ്സിലുള്ള കണ്ടന്റ്സ് അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻസ് എല്ലാം എക്സാമിൻ ചെയ്യാൻ പറ്റും. അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ user can tell the system to execute the next instruction. So this feature is useful for debugging assembly language programs. Okay, ഇങ്ങനെയാണ് ടൈപ്പ് 0 ടൈപ്പ് 1 ഇൻട്രപ്റ്റ്സ് വരുന്നത്. ഇനി ട്രാപ്പ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് 1 ഇൻട്രപ്റ്റ്സ്, അതായത് സിംഗിൾ സ്റ്റെപ്പ് മോഡ് ഇൻട്രപ്റ്റ്സ് ഈ ഒരു 8086 ഇൻട്രപ്റ്റ് ടൈപ്പ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രാപ്പ് ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 8086 ഓട്ടോമാറ്റിക്കലി ടൈപ്പ് 1 ഇൻട്രപ്റ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അതായത് ഓരോ ഇൻസ്ട്രക്ഷൻസ് കഴിയുമ്പോഴും ഈ ഒരു ഇൻട്രപ്റ്റ്സ് ടൈപ്പ് 1 ഇൻട്രപ്റ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. If the trap flag is set, the 8086 will automatically execute a type 1 interrupt after execution of each instruction. Okay, പക്ഷേ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 8086ൽ ഈ ഒരു ട്രാപ്പ് ഫ്ലാഗിനെ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഇല്ല. ഓക്കെ, but the 8086 has no such instructions to directly set or reset the trap flag. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ഫ്ലാഗ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദീസ് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോം ബൈ ടേക്കിംഗ് ദി ഫ്ലാഗ് രജിസ്റ്റർ കണ്ടന്റ്സ് ഇൻ ടു മെമ്മറി. എന്നിട്ട് എന്ത് ചെയ്യും? മെമ്മറി കണ്ടന്റ് ചേഞ്ച് ചെയ്യാണ്. ചേഞ്ചിങ് ദി മെമ്മറി കണ്ടന്റ് സോ ടു സെറ്റ് ഓർ റീസെറ്റ് ട്രാപ്പ് ഫ്ലാഗ് ആൻഡ് സേവ് ദി മെമ്മറി കണ്ടന്റ് ഇൻ ടു ഫ്ലാഗ് രജിസ്റ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ ഇനി വരുന്നത് ടൈപ്പ് 2 നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. ആ ഒരു പേരിൽ തന്നെയുണ്ട്. അതായത് ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടും
ഈ ഒരു ഇൻറ്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദിസ് ഇൻറ്ററപ്റ്റ് cannot be disabled by any software instruction. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇൻറ്ററപ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 8086 NMI പിന്നിലേക്ക് ഒരു ലോ ടു ഹൈ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെയാണ് ഈ ഒരു ഇൻറ്ററപ്റ്റ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസ്പോൺസ് ആയിട്ട് 8086 will do a type 2 interrupt. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് 3 ബ്രേക്ക് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് 3 ഇൻറ്ററപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് പോയിന്റ് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടൈപ്പ് 3 ഇൻറ്ററപ്റ്റ് ഈസ് യൂസ് ടു ഇംപ്ലിമെന്റ് ബ്രേക്ക് പോയിന്റ് ഫംഗ്ഷൻ ഇൻ ദി സിസ്റ്റം. സോ ഈ ഒരു ടൈപ്പ് 3 ഇൻറ്ററപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സിക്യൂഷൻ ഓഫ് ദി INT3 ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദി ടൈപ്പ് 3 ഇൻറ്ററപ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി എക്സിക്യൂഷൻ ഓഫ് ദി INT3 ഇൻസ്ട്രക്ഷൻ. INT എൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഇവിടെ ടൈപ്പ് 3 ആയതുകൊണ്ട് INT3. ഓക്കെ, ഇനി ബ്രേക്ക് പോയിന്റ് ഫംഗ്ഷൻ ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എൻ ഡീബഗിംഗ് എയ്ഡ് ഇൻ കേസസ് വേർ സിംഗിൾ സ്റ്റെപ്പിംഗ് പ്രൊവൈഡ്സ് മോർ ഡീറ്റെയിൽ ദാൻ വാണ്ടഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടൈപ്പ് 2 ടൈപ്പ് 3 ഇൻറ്ററപ്റ്റ്സ് വരുന്നത്. ഇനി ഈ ഒരു ബ്രേക്ക് പോയിന്റ് കേസ് എടുക്കുകയാണെങ്കിൽ പ്രോഗ്രാമിൽ എത്ര വേണമെങ്കിലും ബ്രേക്ക് പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു സിസ്റ്റം എന്ത് ചെയ്യാണ്? ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാണ്. എവിടം വരെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും? അതായത് ഒരു പ്രോഗ്രാമിൽ ബ്രേക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്ക് പോയിന്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ഒരു ബ്രേക്ക് പോയിന്റ് പ്രൊസീജിയറിലോട്ട് പോകും. ഓക്കെ, when you insert a breakpoint, the system execute the instruction up to the breakpoint and then goes to the breakpoint procedure. ഈ ഒരു ബ്രേക്ക് പോയിന്റ് പ്രൊസീജിയർ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതായത് പ്രോഗ്രാം ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് രജിസ്റ്റർ കണ്ടന്റ്സ് അതുപോലെ തന്നെ മെമ്മറി കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം അതിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ദി ബ്രേക്ക് പോയിന്റ് പ്രൊസീജിയർ യു ക്യാൻ റൈറ്റ് ആൻഡ് പ്രോഗ്രാം ടു ഡിസ്പ്ലേ register content, memory content and other information that is required to debug your program. So you can insert as many breakpoint as you want in your program. നമ്മുടെ പ്രോഗ്രാമിൽ എത്ര ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബ്രേക്ക് പോയിന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4 ഓവർഫ്ലോ ഇൻറ്ററപ്റ്റ്. അതായത് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അത് ഓവർഫ്ലോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The type 4 interrupt is used to check overflow condition after any signed arithmetic operation in the system. The 8086 interrupt types overflow flag, adana OF, will be represented in the destination register or memory location. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്സ് കോസ്ഡ് ബൈ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് INTN ആണ് അല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് ഏതാണ് ആ ഒരു ഇൻറ്ററപ്റ്റ്സിൻ്റെ ടൈപ്പ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കേസാണ് INT3 ഇൻറ്ററപ്റ്റ്സ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആ ബ്രേക്ക് പോയിന്റ് കേസിലെ അതന്നെ, പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഡെഡിക്കേറ്റഡ് ഇൻറ്ററപ്റ്റ്സിൻ്റെയാണ് ആ ഒരു ടൈപ്പ് 0 to ടൈപ്പ് 4 വരെ പറഞ്ഞത്. ഇതിൽ നമുക്ക് നോക്കേണ്ടത് ആ ഒരു ഇൻറ്ററപ്റ്റ്സ് ഉണ്ടാവുന്ന സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ്റെ കേസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു INT3 എന്ന് പറയുന്നത് സ്പെഷ്യൽ 1 ബൈറ്റ് കേസാണ്. അറിയാലോ, ഡീബഗിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ നോക്കേണ്ടതാണ് INTO, അതായത് ഇൻറ്ററപ്റ്റ് ഓൺ ഓവർഫ്ലോ. ഓക്കെ, INT3 ബ്രേക്ക് പോയിന്റ് ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് എൻ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഹാവിംഗ് ഓപ്കോഡ് ഈസ് CCH. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാമിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രൊസസ്സർ നോർമൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അവിടെ എത്തി, ഈ ഒരു ബ്രേക്ക് പോയിന്റ് ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോർമൽ എക്സിക്യൂഷൻ എല്ലാം തന്നെ പ്രോസസ്സർ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഫോളോ ദി ബ്രേക്ക് പോയിന്റ് പ്രൊസീജിയർ. ഇറ്റ്സ് എക്സിക്യൂഷൻ ഇൻക്ലൂഡ് ദി ഫോളോയിങ് സ്റ്റെപ്പ്. നേരത്തെ സെയിം തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഫ്ലാഗ് രജിസ്റ്റർ വാല്യൂ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാണ്. അതിനുശേഷം CS വാല്യൂ അതുപോലെ തന്നെ IP വാല്യൂ പുഷ് ഡൗൺ ടു ദി സ്റ്റാക്ക്. അപ്പോൾ അതെന്ന് പറയുന്നത് ശരിക്കും റിട്ടേൺ അഡ്രസ് ആണ്. Then IP is loaded from the contents of the word location. ഇവിടെ ടൈപ്പ് ഇൻറ്റു 4 ആണ് വരിക. അങ്ങനെയാണ് ശരിക്കും അത് വരുന്നത്. ഓക്കെ, ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നത് 3 ആണ് വരുന്നത് അല്ലേ, ടൈപ്പ് 3 ആണ്. അപ്പോൾ 3 into 4 വന്നു. CS is loaded from the contents of the next word location. ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യും അല്ലേ. കഴിഞ്ഞ ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ്സിൻ്റെ കേസിൽ നമ്മൾ ഇൻറ്ററപ്റ്റ്സ് വന്നാൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫ്ലോ അല്ലേ, ഒരു ഫ്ലോ ഡയഗ്രാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതുകൊണ്ടാണ് പിന്നെ ഇതിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ റീസെറ്റ് ചെയ്യണം അല്ലേ.
So interrupt flag and trap flag are reset to 0. ഇനി നെക്സ്റ്റ് വരുന്നത് INTO interrupt on overflow instruction ആണ്. അപ്പോൾ ഈ ഒരു interrupt instruction എന്ന് പറയുന്നത് ശരിക്കും ഒരു conditional interrupt instruction ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് overflow flag സെറ്റ് ചെയ്യാണ് 1 ആയിട്ട് സെറ്റ് ചെയ്താൽ മാത്രമാണ് ശരിക്കും ഇത് ആക്റ്റീവ് ആവുന്നത് അല്ലേ? It is active only when the overflow flag is set to 1. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? Branches to the interrupt handler whose interrupt type number is 4. Okay. ഇനി overflow flag എന്ന് പറയുന്നത് റീസെറ്റ് ചെയ്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ the execution continues to the next instruction. Its execution includes the following steps. First step എന്താ അറിയാം അല്ല, ഒരു interrupt flag വന്നു കഴിഞ്ഞാൽ ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇൻഫോർമേഷൻ സേവ് ചെയ്യാണ്. അപ്പോൾ ഫ്ലാഗ് രജിസ്റ്റർ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് വെച്ചു. അതിനുശേഷം CS വാല്യൂ IP വാല്യൂ എന്ന് പറയുന്നത് pushed on to the stack. Then IP is loaded from the contents of word location type number into 4. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏത് ടൈപ്പ് വരുന്നത്? ടൈപ്പ് 4 ആണ് അല്ലേ? ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സിലെ ടൈപ്പ് 4 ആണ്. സോ 4 into 4 അല്ലേ? ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സിലെ ടൈപ്പ് 4 അല്ലേ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്സ് ആയിരുന്നത്. ഇനി CS is loaded from the contents of the next word location. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ഒരു ഇൻട്രപ്റ്റ് ഫ്ലാഗ് അതുപോലെ തന്നെ ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറയുന്നത് 0 ആയിട്ട് റീസെറ്റ് ചെയ്യും. Interrupt flag and trap flag are reset to 0. Okay friends, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതിലെ ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ് നന്നായിട്ട് പഠിക്കുക, എളുപ്പമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.